ഇയാളെന്താ വല്ല ചാണകത്തിൽ ചവിട്ടി കാലൊക്കെ വന്നാ വെറുതെ അല്ല പുള്ളി നല്ല ചാണകത്തിനുണ്ട് അതാവും. അനീഷേ, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? ആ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ എന്റെ അമ്മ അല്ലേ? കുൽസോ, അമ്മേനെ വിളിച്ചേ. അമ്മേ അമ്മേ അമ്മേ. ഒരു മാറ്റവും ഇല്ല. എന്തേ അമ്മ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നാ? ഞാൻ എന്തിനാ പറയുന്നത്? അനീഷാന്റെ നമ്പർ ഇറക്കലുണ്ടല്ലോ, പോയിക്കോ. നിങ്ങളിവിടെ വെള്ളം വരില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നേ. മതിലിന്റെ പുറകെ നിന്ന് നോക്കിയേനെ. പണ്ട് പടക്കം പൊട്ടിച്ച് ഓടിപ്പിച്ച് വിട്ട ബിന്ദുവിന്റെ മോൻ അനീഷ അല്ല ഞാൻ. വാട്ടർ അതോറിറ്റി ജോലിയുള്ള അനീഷ. എന്റെ പൊന്നു മോനെ, എത്ര കാലാണ് എന്നെ കാത്തിരിക്കുന്നത്. ഒന്ന് മാറിക്കൂടായിരുന്നു. ഇവിടെ പൈപ്പിൽ വെള്ളം വന്ന കാലം മറന്നു. വാ പുറത്തിരിക്കാതെ കേറിയിരിക്കി. കേറിക്കണോ? ഇവിടെ നിന്നാ പോരെ? അത് പറ്റില്ല, കേറിയിരിക്കി. വാ. ഗുഡ് ടച്ച് ഓർ ബാഡ് ടച്ച്? ഓൾവേസ് ഗുഡ് ടച്ച് മാൻ. നടക്കണ കള്ള. ഇടിയടി, ആ ചെക്കൻ വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടിയിട്ട് എത്ര വന്നേക്കണത്. എങ്ങനെ നടന്നായിരുന്നു അതിൽ കൂടെ? ഇനിയിപ്പോൾ ആ ബിന്ദേശിയുടെ അഹങ്കാരം കൂടി കാണേണ്ടി വരും. ഈ വീട്ടുമുറ്റത്ത് ടൗസറിട്ട് കളിച്ച് നടന്നിരുന്ന ചെക്കനാ ഈ നിലയിലാവുന്ന ആരെങ്കിലും അറിഞ്ഞാ? അന്നൊക്കെ ഇപ്പൊ നമ്മള് വിചാരിച്ച അവൻ ഈ നിലയിൽ എത്തുന്നല്ലേ. കാലത്തിന്റെ ഒരു പോക്കേ. കാലത്തിന്റെ പോക്ക് മാത്രല്ല, അതിനൊപ്പം പഠിച്ചിട്ടും ഉണ്ടാവും. സൈന പ്ലേയിൽ ഹിഗുറ്റ, വയസ്സെത്രയായി 30 എന്നീ സിനിമകൾക്ക് ശേഷം കൃഷ്ണശങ്കർ, രമേഷ് പിഷാരടി, സുധീകോപ്പ എന്നിവർ അഭിനയിക്കുന്ന പട്ടാപ്പകൽ സൈന പ്ലേയിൽ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ചേച്ചി, ഞങ്ങൾ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കട്ടെ? റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഇത്രയും നേരം മലമറിക്കണ പണിയായിരുന്നല്ലോ അല്ലേ? ചെല്ല്, ഡാഡി ഉണ്ടാക്കരുത് കേട്ടോ. സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഈ ശരിക്കും BSc എഴുതിയിട്ട് ഉണ്ടായിരുന്നോ? പിന്നല്ലേ, ഞാനിതിലൂടെ ഓരോ തവണ പോകുമ്പോഴും ഞാനിതിനിടയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജോലി കിട്ടിയ ആദ്യം വേണ്ടപ്പെട്ട ഒരു പ്രശ്നം തന്നെ വേണമല്ലോ തീർക്കാന്. അതാണ്. എടിയാ വെള്ളത്തിന്റെ ആള് കൂടെ എവിടെ വന്നു പറയണ കേട്ടല്ലോ. ആ നിക്കണേ, വലിയ ജാടളക്കി മൈൻഡ് ചെയ്യാതെ പോയ ആളാണല്ലോ. ഇപ്പൊ എന്തേ? വെള്ളത്തിന്റെ കാര്യമായതുകൊണ്ടാ. ഇനിയിപ്പോ അതുമ്മ പിടിച്ച് തൂങ്ങാനൊന്നും നിക്കണ്ട. ഇല്ല, വെള്ളം ഉണ്ടോ വീട്ടില്? ഒരു തുള്ളി വെള്ളമില്ല. പ്രസവി വെള്ളം ഉണ്ടായിട്ട് അവിടെയും വെള്ളമില്ലടി. 2-3 ദിവസമായി തുണിയൊക്കെ അലക്കിയിട്ട്. ഞങ്ങൾക്കും ഇല്ല വെള്ളം. ഞങ്ങളുടെയൊക്കെ കിണറ് എണ്ണ പറ്റി. ഇവിടെ പൈപ്പിലും വെള്ളമില്ല. കിണറ്റില് നോക്കുക, ഒരു തുള്ളി ഇല്ല. അതിനോടത്തിലാണെങ്കിൽ എല്ലാരും ഇങ്ങടെ വരണം. വരട്ടെ. ഞങ്ങളോടെയൊക്കെ വെള്ളം വരുന്നതിന്റെ മുന്നേ ആദ്യം ബില്ലാ വന്നത്. നിങ്ങളോടെയോ? അങ്ങനെ നമ്മള് ബില്ല് കൊണ്ട് അടക്കില്ലല്ലോ വെള്ളം വരാണ്ട്. എന്നാ മോനെ വെള്ളം കുടിക്കും. ഇനി എന്നാ മോനെ പൈപ്പിൽ വെള്ളം വരിക? ഞാൻ വന്നല്ലോ, ഇനി നമുക്ക് ശരിയാക്കാം. വെള്ളമില്ലാതെ ആകെ അടങ്ങാറായി. എത്ര കാലായി വെള്ളമില്ലാതെ. ജോലിയൊന്നും ആയില്ലേ? ഓളെ കാര്യമൊന്നും പറയാത്ത നല്ലത്. എത്ര കാലമായി ഞാൻ പറയുന്നത് BSc എഴുതിയൊക്കെ. ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ ഒരു കാര്യമില്ല. വെള്ളം കുടിക്ക്. എടി, പിന്നെ ആ സരിത കാട്ടനോക്ക് എങ്ങനെ ഓടിപ്പിച്ചതാണ് ആ അനീഷിനെ. ഇപ്പൊ വിളിച്ച് സൽക്കരിക്കുന്ന, ചായ കൊടുക്കണ ഒരു നാണെന്ന് പറയണതില്ല. എന്താണിത്? ഇങ്ങനെ ഓന്തിൻ്റെ നിറം മാറണ പോലെ സ്വഭാവം മാറുന്ന രണ്ടാൾ ഈ ഏരിയയിലുള്ളൂ. ഒന്ന് സരിതി, പിന്നെ ഞാനാ ഈ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോലെ തെറ്റല്ലേ? അങ്ങോട്ട് നോക്കോളാം. എങ്ങനെ കേട്ടിക്ക് എന്നെ കുറ്റം പറഞ്ഞാൽ നോക്ക്. നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ ഈ ചക്ക മാങ്ങ പറഞ്ഞ ഒരു കാര്യമില്ലാന്ന്. ഇതൊക്കെ ജോലി ഇങ്ങോട്ട് സെറ്റായി വന്നിരിക്കാണ്. എന്ത് ജോലി? ആൾക്കെന്താ വെള്ളം എന്തൊക്കെയാണ്? എന്താണ് 24 മണിക്കൂറാണുള്ളത്. അത് ഞാൻ സ്നേഹത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സമയം. ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ചക്കയും മാങ്ങയും ബൾബും ഒക്കെ മാറ്റുന്നത്. പിന്നെ ബാക്കിയുള്ള 2 മണിക്കൂർ. ആ 2 മണിക്കൂർ ഉറങ്ങുമോ അതോ ജോലിക്ക് പോകും? ഞാനൊരു മനുഷ്യ കുഞ്ഞാണ് മോനെ. പിന്നെ നിനക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ. എടാ, ആഫ്രിക്ക, ജർമ്മനി, ജപ്പാൻ, അമേരിക്ക ഈ രാജ്യങ്ങളിലൊക്കെ പോയി എനിക്ക് ജോലി കിട്ടും. പക്ഷേ എൻ്റെ ബുദ്ധി കൊണ്ട് അവന്മാർ രക്ഷപ്പെടണ്ട. എൻ്റെ ബുദ്ധി അത് ഇന്ത്യ മതി. ഇന്ത്യ രക്ഷപ്പെട്ടാൽ മതി. നീ എന്നെ നോക്കിയേ, ഇത്രയും സൗന്ദര്യവും കാര്യപ്രാപ്തിയും ബുദ്ധിയൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ ഈ പ്രദേശത്ത് വേറെ ആരുണ്ടാ? ഞാനല്ലേ?
നിന്റെ അടുത്ത് അത് അങ്ങോട്ട് പറയാണ്ടിരുന്നേ. നിന്നിൽ ഞാനൊരു എന്നെ കാണുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ആ ജോലി അതാരെങ്കിലും തന്നാലേ കിട്ടത്തുള്ളൂ. നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമില്ല. നിങ്ങൾക്കേ ആ ബാക്ക് പോയ അമ്മ തരും നല്ല ജോലി. എടാ ശുക്കൂറ, ഇത് നിനക്ക് ആദ്യം പറഞ്ഞോളാന്നവാ. ഹായ്. നിങ്ങൾ തമ്മിൽ അറിയില്ലേ? ആ അറിയാം അറിയാം. പണ്ടെന്റെ സൈക്കിളിൽ നിന്ന് ഒരു ലൈറ്റ് അടിച്ചോണ്ട് പോയിട്ട് പിന്നെ അവൻ എപ്പോഴാണ് കാണുന്നത്. അത് ഞാൻ പിറ്റേ ദിവസം വീട്ടിലോടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കൊണ്ടുവരാൻ വന്നപ്പോഴാണല്ലോ നീ എന്റെ സൈക്കിളിൽ സീഡി എടുത്തോണ്ട് പോയത്. പക്ഷെ ആ CD വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് നിന്റെ വീട്ടിൽ CD പ്ലെയർ ഉണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ DVD പ്ലെയർ ആയിരുന്നു. അമൃതൊക്കെ അറിയോ? ഞങ്ങൾ 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. അത് ശരിയാ. പിന്നെ ഞാൻ 6ലോട്ട് പോയി, പിന്നെ 5 തോറ്റു പോയി, പിന്നെ പിന്നെ 7 തോറ്റു, പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി. ഡിവിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് ജോലി വല്ലായോ? അല്ല അല്ല, ഗവൺമെന്റ് ജോലിയോടൊന്നും എനിക്ക് താല്പര്യമില്ലടാ. അവന് സർക്കാരിനുള്ള പൈസ കുറവല്ലടാ. അവന് ശമ്പളമൊക്കെ 10 മാസം കൂടി 1 മാസം കിട്ടുന്നത്. ശമ്പളം കറക്റ്റ് ആണോ? പോടാ, അങ്ങനെയൊന്നുമില്ല. കിട്ടും, നോക്കിയിരുന്നു. ഇതാ മോനെ. ആ സുധി എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ, ഞാൻ എന്നെ കാത്തിരിക്കരുത്. ഈ ഒന്ന് ബാക്കിലേക്ക് വന്നേ, 2 ഓല ചിന്ത വെക്കാണ്ട്. അല്ല, ഈ പ്ലംബിങ് ഇലക്ട്രിക്കലൊക്കെ ഇവിടെ ഞാനാ തൊഴിലുറപ്പിന്റെ പണി കൂടെ ഉണ്ട്. ചെല്ല്. ചെല്ലേ ചെല്ലേ. എന്താ കാണിക്കണേ? എന്റെ മാറുന്ന ഞാൻ കാണിച്ചുതരാ. നിന്നെ വിളിക്കില്ലല്ലോ? ഇല്ല, വിളിക്കില്ല. അങ്ങോട്ട് പൊക്കോ. നിന്നെ വിളിക്കരുത് കേട്ടോ. ഇല്ലടോ. അത് പിടിച്ചോ, ഓടുന്നു. ഓയാ വെള്ളില് വെട്ടാനറിയില്ല. ഇതാട്ടോ വെള്ളത്തിന്റെ ബില്ല്. ശരി ടമ്മേ. ആ ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വാട്ടോ. ഓ പാവല്ലേ, ശരി ശരി, ബൈ. ശരി. മക്കളെ നല്ല തങ്കം പോലത്തെ ഒരു പയ്യ കണ്ടുപിടിക്കാം. അതെ, എനിക്ക് അറിയായിരുന്നു സരിത അങ്ങനെ പെണ്ണുങ്ങളല്ലേലും അങ്ങനെ തന്നെ. വാടി വാ. എന്താണ്ടി അവിടെ വാട്ടർ അതോറിറ്റിന്ന് ആള് വന്നില്ല. ഓനൊന്ന് കാണാൻ കുത്തിരിക്കണ്ടേ ഞാനിവിടെ. ആ തെങ്ങിന്റെ മുകളിൽ ചീന്ത് കീറിക്കേ. അപ്പൊ ഇനി തെങ്ങിന്റെ മുകളിലും കയറണോ? ആടാ, ആ ചാനൽക്ക് തെങ്ങില്ലേ, അതിന്റെ മുകളിൽ ചീന്ത് കൂടെ കീറിക്കേ. ഞാൻ 2 ഓട് എടുക്കട്ടെ. ചേച്ചിമാരെ, എന്നെ മനസ്സിലായില്ലേ? അനീഷ് പണ്ട് ഇതിൽ കൂടെ സൈക്കിളിലൊക്കെ വെറുതെ ഇടുന്നിരുന്ന ആ ജോലിയൊക്കെ ആയിപ്പോ. എന്താ കുട്ടിയെ ജോലി? വാട്ടർ അതോറിറ്റിയില്. അങ്ങനെ വരട്ടെ, കാണാൻ വേണ്ടി കാത്തിരിക്കണ്ടേ. ആ ഉള്ളിലേക്ക് വെക്കി. ആ അത് വെക്കണ്ട, ഇത് വെച്ചോ. ഒരു മഴ ഇങ്ങോട്ട് പെയ്താലേ തുണിയൊന്നും അയലും ഇടാൻ വയ്യ. ഈ ഉള്ളോണ്ട് ഇതൊക്കെ ചെയ്തു പോണത്, അല്ലാതെ പാരതൊക്കെ ചെയ്യേ. ഓ, അതേതായാലും നന്നായി. നേരെ വെക്കി. സുധി എന്താണാവോ? നീ പോയിക്കോ, ഞാൻ ചെയ്തോളാം അത്. ഓ, ഞാൻ ചെയ്തോളാം. കൊറേ കാലം എന്നോട് ഞാൻ പറയുന്നു, എന്നിട്ട് ഈ ചെയ്തോ? എന്നാടാ ഈ അങ്ങോട്ട് വെച്ചേ. അമ്മ ഞാൻ ചെയ്തോളാം. വേണ്ട സുധി, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ ലോഡ് എടുത്ത് വെക്കിട്ടോ. ഞാൻ അടുപ്പത്തുള്ള നോക്കട്ടെ, ഇപ്പൊ വരാം. അല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ. നീ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യലുണ്ടോ? എവിടുന്ന്? കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ കാലിലാകെ നീരൊക്കെ വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ പൊളിച്ചിട്ട്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിച്ചൂടെ? അത് ഞാൻ അമ്മയോട് പറഞ്ഞാ തേങ്ങ വിളിക്കാൻ നിൽക്കണത്. അത് ചാടിക്കറി പൊളിച്ചിട്ട് അങ്ങനെ പറ്റിയത്. പറഞ്ഞ അപ്പം തന്നെ ഈ അങ്ങോട്ട് ചെയ്യുകയും ചെയ്യുമല്ലോ. അല്ല, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനാണെങ്കിലും നീ ആണെങ്കിലും ഏത് മക്കളാണെങ്കിലും അമ്മമാരെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യൂല. എന്നിട്ടോ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പണിയും എടുക്കും. എന്നിട്ട് അവിടെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഓരേ അങ്ങോട്ട് ഉപദേശിക്കും. എൻ്റെ അമ്മേനൊന്ന് സഹായിച്ചൂടെ? ഇപ്പം എൻ്റെ അമ്മേനെ തന്നെ നോക്കിയാൽ എപ്പം നോക്കിയാലും എന്തെങ്കിലും പണിയിലായിരിക്കും. ഇതിന് മാത്രം ഈ വീട്ടിൽ എന്താ പണിയുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ മനസ്സിലായില്ല. പിന്നെ എന്നോട് എന്തെങ്കിലും പണിയെടുത്ത് സെറ്റാവാൻ പറയല് ഞാൻ നിർത്തി. എന്നാലും എനിക്ക് എൻ്റെ അമ്മേനെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? എടാ സുധി, വെള്ളം കുടിച്ചിട്ട് പോടാ. വെള്ളമൊന്നും വേണ്ട, മതി വെള്ളം കുടിച്ചേക്ക്.
അപ്പൊ 44 രണ്ടും 48. അപ്പൊ 2 50 അടിക്കാൻ. ശുക്രൻ. അടുത്തല്ലേ? എന്താണ്? സെഞ്ചുറി ഒക്കെ പിന്നെ അടിക്കാം. നിന്റെ ഈ സുധിയേട്ടൻ ഈ മുറ്റത്തിന് കാലുകുത്തുന്നെങ്കിൽ ജോലി പിടിച്ച് സെറ്റായിട്ട് മാത്രമായിരിക്കും. അത് പറയാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. സെറ്റാവുന്ന കൊള്ളാം. പക്ഷെ ഇതൊക്കെ ഓന്റെ പോലെ സെറ്റ് ആവാതിരുന്നാ മതി. ആരെ പോലെ? നോക്കിയാ ഒക്കെ നടത്തിട്ട് പോയാൽ മതി. എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഈ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് നേരത്ത് മനുഷ്യന്മാർക്ക് ഉറങ്ങും വേണ്ട, ഒന്നും വേണ്ട. ഉറക്കം ഒഴിച്ച് നിന്നിട്ട് വെള്ളവും പിടിക്കണം. ഇപ്പോഴാണെങ്കിൽ വെള്ളവും ഇല്ല. വേണ്ട. ഞങ്ങളോട് ഇതിങ്ങനെ പറയും. പരാതി എടാ വേഗം ആ ബിന്ദുവിന് ചെക്കനായിരുന്നു വെള്ളം കോരുന്നു. നിറക്കി ഏതേലും ഉറപ്പിക്കേ. നിറച്ചിട്ട് എന്നെ വിടുള്ളൂ. എന്താ ഇവിടുത്തെ തേങ്ങയിലും വെള്ളമില്ലേ? ഇതിൽ ഞാൻ തേങ്ങയിൽ വെള്ളം നിറയ്ക്കണ്ട, ഞാൻ ബക്കറ്റിൽ വെള്ളം നിറക്കി. ഓനെ പിടിച്ചു വെച്ചാണോ? ആ എന്താന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ മീതിരിക്കണ സാറ് വന്നാലും ഞങ്ങൾ ഇങ്ങനെ വെള്ളം കുറിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു കണ്ടു. പറഞ്ഞ ഞങ്ങള് പറയും ഓഫീസിൽ പോയി പറഞ്ഞോളൂ. അയ്യോ എന്താ മോങ്ങ അയക്കണം നായയുടെ തലയിൽ തേങ്ങ വീണ അവസ്ഥയില്ലോ. എന്റെ മോനെ